ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന ജെറുബ്ബാലിൻ്റെ പുത്രൻ്റെ പേരെന്ത്? എ. ഗിദെയോൻ, ബി. അബിമെലെക്ക്, സി. യോഥാം, ഡി. പൂര. ഉത്തരം ബി. അബിമെലെക്ക്. ചോദ്യം 2. അബിമെലെക്ക് എവിടെ എത്തിയാണ് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും സംസാരിച്ചത്? എ. ഷെക്കെമിൽ, ബി. എഫ്രായിമിൽ, സി. കേദേശിൽ, ഡി. ഗിൽഗാലിൽ. ഉത്തരം എ. ഷെക്കെമിൽ. ചോദ്യം 3. ജെറുബ്ബാലിൻ്റെ 70 പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ അതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ആരോട് ചോദിക്കാനാണ് അബിമെലെക്ക് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും ആവശ്യപ്പെട്ടത്? എ. യൂദാ നിവാസികളോട്, ബി. ഓഫ്ര നിവാസികളോട്, സി. ഷെക്കെം നിവാസികളോട്, ഡി. എഫ്രായിം നിവാസികളോട്. ഉത്തരം സി. ഷെക്കെം നിവാസികളോട്. ചോദ്യം 4. ബാൽബെറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എത്ര വെള്ളി നാണയമാണ് ഷെക്കെംകാർ അബിമെലെക്കിന് കൊടുത്തത്? എ. 100 വെള്ളി നാണയം, ബി. 70 വെള്ളി നാണയം, സി. 90 വെള്ളി നാണയം, ഡി. 120 വെള്ളി നാണയം. ഉത്തരം ബി. 70 വെള്ളി നാണയം. ചോദ്യം 5. അബിമെലെക്ക് ആരെയാണ് തൻ്റെ അനുയായികളാക്കിയത്? എ. പടയാളികളെ, ബി. ബന്ധുക്കളെ, സി. വംശക്കാരെ, ഡി. കുറേ ചട്ടമ്പികളെ. ഉത്തരം ഡി. കുറേ ചട്ടമ്പികളെ. ചോദ്യം 6. സ്വന്തം സഹോദരന്മാരും ജെറുബ്ബാലിൻ്റെ പുത്രന്മാരുമായ 70 പേരെയും അബിമെലെക്ക് കൊന്നത് എപ്രകാരമാണ്? എ. വെട്ടിക്കൊന്നു, ബി. ഒരേ കല്ലിൽ വെച്ച് കൊന്നു, സി. ശിരച്ഛേദം ചെയ്തു, ഡി. തൂക്കിക്കൊന്നു. ഉത്തരം ബി. ഒരേ കല്ലിൽ വെച്ച് കൊന്നു. ചോദ്യം 7. ജെറുബ്ബാലിൻ്റെ ഇളയ പുത്രൻ്റെ പേരെന്ത്? എ. ഷെക്കെം, ബി. യോഥാം, സി. അഹിറാം, ഡി. നാദാബ്. ഉത്തരം ബി. യോഥാം. ചോദ്യം 8. ജെറുബ്ബാലിൻ്റെ ഇളയ പുത്രൻ യോഥാം അബിമെലെക്കിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടതെന്തുകൊണ്ട്? എ. ഒളിച്ചിരുന്നതുകൊണ്ട്, ബി. കുട്ടിയായിരുന്നതുകൊണ്ട്, സി. ഓഫ്രയിൽ ഇല്ലാതിരുന്നതുകൊണ്ട്, ഡി. ഓടിപ്പോയതുകൊണ്ട്. ഉത്തരം എ. ഒളിച്ചിരുന്നതുകൊണ്ട്. ചോദ്യം 9. ഷെക്കെമിലെയും ബത്മില്ലോയിലെയും പൗരന്മാർ ഒന്നിച്ചുകൂടി ഷെക്കെമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വച്ച് രാജാവായി വാഴിച്ചത് ആരെ? എ. നഹ്ശോനെ, ബി. ഏരിയെ, സി. അരോദിനെ, ഡി. അബിമെലെക്കിനെ. ഉത്തരം ഡി. അബിമെലെക്കിനെ. ചോദ്യം 10. അബിമെലെക്കിനെ രാജാവായി വാഴിച്ചതറിഞ്ഞ യോഥാം എവിടെ നിന്നാണ് ഉച്ചത്തിൽ സംസാരിച്ചത്? എ. ഗെരിസിം മലയുടെ മുകളിൽ, ബി. താബോർ മലയുടെ മുകളിൽ, സി. ഗോപുരത്തിന് മുകളിൽ, ഡി. പുരപ്പുറത്ത് നിന്ന്. ഉത്തരം എ. ഗെരിസിം മലയുടെ മുകളിൽ. ചോദ്യം 11. വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തങ്ങളുടെ മേൽ വാഴുകയെന്ന് ആദ്യം പറഞ്ഞത് ആരോട്? എ. സരളമരത്തോട്, ബി. കരുവേലി മരത്തോട്, സി. ഒലിവു മരത്തോട്, ഡി. ചന്ദനമരത്തോട്. ഉത്തരം സി. ഒലിവു മരത്തോട്. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 12. തൻ്റെ എന്താണ് ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ ബഹുമാന്യരാക്കുന്നത് എന്നാണ് ഒലിവുമരം വൃക്ഷങ്ങളോട് പറഞ്ഞത്? എ. എണ്ണ, ബി. കായ, സി. പൂവ്, ഡി. ഇല. ഉത്തരം എ. എണ്ണ. ചോദ്യം 13. ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്നത് എന്താണ് എന്നാണ് മുന്തിരി വൃക്ഷങ്ങളോട് പറഞ്ഞത്? എ. തേൻ, ബി. വീഞ്ഞ്,
സി ഭക്ഷണം, ഡി പഴങ്ങൾ. ഉത്തരം ബി വീഞ്ഞ്. ചോദ്യം 14. തൻ്റെ പിതാവ് ജീവനെ തൃണവൽഗണിച്ച് ആരുടെ കയ്യിൽ നിന്ന് ഷെക്കേം നിവാസികളെ വീണ്ടെടുത്തു എന്നാണ് യോഥാം പറഞ്ഞത്? എ അമോര്യരുടെ, ബി പൗരസ്ത്യരുടെ, സി കാനാന്യരുടെ, ഡി മിദിയാൻകാരുടെ. ഉത്തരം ഡി മിദിയാൻകാരുടെ. ചോദ്യം 15. അബിമെലെക്ക് എത്ര വർഷമാണ് ഇസ്രായേൽ ഭരിച്ചത്? എ 10 വർഷം, ബി 5 വർഷം, സി 3 വർഷം, ഡി 20 വർഷം. ഉത്തരം സി 3 വർഷം. ചോദ്യം 16. അബിമെലെക്കിനും ഷെക്കേം നിവാസികൾക്കും ഇടയിലേക്ക് ദൈവം അയച്ചത് ആരെ? എ ഒരു ദൂതനെ, ബി ഒരു ദുരാത്മാവിനെ, സി ഒരു പ്രവാചകനെ, ഡി ഒരു ശത്രുവിനെ. ഉത്തരം ബി ഒരു ദുരാത്മാവിനെ. ചോദ്യം 17. ഏബദിൻ്റെ പുത്രൻ്റെ പേരെന്ത്? എ ഗാൽ, ബി ഫിനെഹാസ്, സി തോല, ഡി സേരഹ്. ഉത്തരം എ ഗാൽ. ചോദ്യം 18. ജെറുബ്ബാലിൻ്റെ പുത്രനും അവൻ്റെ കിങ്കരനായ സെബൂളും ഷെക്കെമിൻ്റെ പിതാവായ ആരുടെ ആളുകളെ സേവിച്ചിട്ടില്ലേ എന്നാണ് ഗാൽ ചോദിച്ചത്? എ ഗിദയോൻ, ബി അബിനോവാം, സി ഹാമോർ, ഡി ഗേര. ഉത്തരം സി ഹാമോർ. ചോദ്യം 19. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 41-ാം വാക്യം അനുസരിച്ച് അബിമെലെക്ക് താമസമാക്കിയത് എവിടെ? എ അറുമായിൽ, ബി തെബസിൽ, സി ഷാമീറിൽ, ഡി തോബിൽ. ഉത്തരം എ അറുമായിൽ. ചോദ്യം 20. ഗാലിനെയും അവൻ്റെ ബന്ധുക്കളെയും ഷെക്കെമിൽ താമസിക്കാൻ സമ്മതിക്കാതെ തുരത്തിയതാര്? എ ഗിദയോൻ, ബി ഷംഗാർ, സി ബാറഖ്, ഡി സെബൂൾ. ഉത്തരം ഡി സെബൂൾ. ചോദ്യം 21. ഷെക്കെമിലെ ഗോപുരവാസികൾ എൽബെറീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ കടന്നു എന്നറിഞ്ഞ അബിമെലെക്ക് പടയാളികളുമായി പോയതെവിടേക്ക്? എ താബോർ മലയിലേക്ക്, ബി സൽസാഹിലേക്ക്, സി സൽമോൻ മലയിലേക്ക്, ഡി ബെഥേലിലേക്ക്. ഉത്തരം സി സൽമോൻ മലയിലേക്ക്. ചോദ്യം 22. എൽബെറീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയ്ക്ക് തീവച്ച് ഷെക്കേം ഗോപുരനിവാസികളെയെല്ലാം കൊന്നതിനു ശേഷം അബിമെലെക്ക് പിടിച്ചടക്കിയ പട്ടണം ഏത്? എ തെബസ്, ബി മോവാബ്, സി ഹസോർ, ഡി ബെഥേൽ. ഉത്തരം എ തെബസ്. ചോദ്യം 23. യോഥാം സഹോദരനായ അബിമെലെക്കിനെ ഭയന്ന് പലായനം ചെയ്തത് എവിടേക്ക്? എ നെഗബിലേക്ക്, ബി തെബസിലേക്ക്, സി ഓബോത്തിലേക്ക്, ഡി ബേറിലേക്ക്. ഉത്തരം ഡി ബേറിലേക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ശുഭപ്രതീക്ഷകളോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.